ഹായ് പ്രിയരേ, എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ യാത്രാ വിവരണത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എത്യോപ്യൻ എയർലൈൻസിൻ്റെ ഒരു വലിയ ഫ്ലൈറ്റിന് മുന്നിലാണ്. ഞാൻ യാത്ര തുടരുകയാണ്. എവിടേക്കെന്നറിയാമോ? ആഫ്രിക്കയിലെ DRC എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും നേരെ എത്യോപ്യയിലേക്ക്. എത്യോപ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കയിലെ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൂട്ടി പല സ്ഥലങ്ങളിലേക്ക് യാത്ര അയക്കാൻ പറ്റുന്ന ഒരു വലിയ എയർപോർട്ട്. അവിടേക്കാണ് ഞാൻ യാത്രയാകാൻ പോകുന്നത്. ആഫ്രിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം എന്ത് രസമാണെന്നറിയോ കാണാനെക്കൊണ്ട്. പാവപ്പെട്ട എല്ലാ ജനങ്ങളുടെയും ഒരു അത്താണിയായിട്ടുള്ള ഒരു എയർപോർട്ട്. ഒരുപാട് ആൾക്കാർ വന്നു പോയി നിൽക്കുന്ന ഒരു കുഞ്ഞ് എയർപോർട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എയർപോർട്ടാണിത്. ഇപ്പോൾ കണ്ടില്ലേ, എന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? ഞാനാണ് രാജീവ്. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ വരിയായിട്ട് നിൽക്കുകയാണ് ഫ്ലൈറ്റിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഒരു സെൽഫി എടുത്ത് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് കരുതി. നോക്കിക്കോളൂ, എല്ലാവരും നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും അവിടെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇതേ നോക്കൂ, ഒരു സെർവെയറിൻ്റെ ഒരു ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലൈറ്റ് പോകുന്നത് ചെറിയൊരു ഫ്ലൈറ്റാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടുള്ളൂ. അങ്ങനെ സെക്യൂരിറ്റി ജീവനക്കാരെല്ലാം നമ്മളുടെ ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സെക്യൂരിറ്റിയും തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഫ്ലൈറ്റിലേക്ക് എല്ലാവരെയും അവർ അവരുടെ ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഓരോരുത്തരെ കടത്തി വിടുകയാണ്. അത് ഫ്രണ്ട് റോയിലിരിക്കേണ്ടവരെ ഫ്രണ്ട് സൈഡിലേക്കും ബാക്ക് റോയിലേക്ക് പോകുന്നവരെ ബാക്ക് സൈഡിലേക്കും ആൾക്കാരെ ഓരോരുത്തരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സീറ്റ് നമ്പർ ഏകദേശം 32 ആയതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് റോയിൽ കൂടെ കയറാൻ പറ്റി. നോക്കിക്കോളൂ, ആ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചുകൊള്ളൂ. പിന്നെ എൻ്റെ ഈ ചെറിയ വിവരണത്തിൽ എന്തെങ്കിലും പിശകുകളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. ഞാനങ്ങനെ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു ഭീമാകാരനായ ഫ്ലൈറ്റാണിത്. ഒരുപാട് ആൾക്കാരെ കൊള്ളാവുന്നൊരു ഫ്ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്നതിന് ശേഷം അതിൻ്റെ എല്ലാ വിവരണങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നോക്കിക്കോളൂ, എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് ആ ഫ്ലൈറ്റിൻ്റെ പ്രൊപ്പല്ലർ, അതായത് നമ്മുടെ രണ്ട് സൈഡിലെയും നമ്മുടെ ഫ്ലൈറ്റിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന വലിയൊരു എൻജിൻ, അതാണ് രണ്ട് സൈഡിലും ഉള്ളത്. അതിലൊന്നിൻ്റെ മുന്നിലേക്കാണ് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. നിങ്ങളിതെല്ലാം കണ്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹം നിങ്ങളെ ഇതെല്ലാം ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കണമെന്ന്. നിങ്ങളെല്ലാവരും കണ്ട് കേട്ട് മനസ്സിന് കുളിർമയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ നോക്കൂ, വലിയൊരു പ്രൊപ്പല്ലർ. അപ്പോൾ അന്നേരം ആ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് എല്ലാവരും സെക്യൂരിറ്റി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പേടിച്ചു കേട്ടോ. കാരണം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന ആദ്യമായിട്ടാണ്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊരു പേടി. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കയറി നമ്മുടെ ഫ്ലൈറ്റിനുള്ളിലേക്ക് എത്തി. നോക്കൂ, എന്ത് രസമാണ് അതിനുള്ളിൽ വശത്ത് കാണാൻ. അതായത് 3 സീറ്റുള്ള 3 വരിയാണ്. അപ്പോൾ എൻ്റെ സീറ്റ് 32A ആണ്. അതായത് എനിക്ക് സൈഡ് സീറ്റാണ്. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിനടുത്തേക്ക് പോയി. നോക്കാം, ഏകദേശം 72 വരിയുള്ള 9 വെച്ചിട്ട് ഏകദേശം 720 പേർക്ക് ബിസിനസ് ക്ലാസ് ആയാലും പിന്നെ അതിൻ്റെ ജീവനക്കാരെല്ലാം ചേർത്തിട്ട് ഒരു 750 പേർക്കോളം പോകാൻ പറ്റുന്ന വലിയൊരു ഭീമാകാരനായ ഫ്ലൈറ്റാണിത്. നോക്കിക്കോളൂ, എന്ത് രസമാണ് ഉൾവശത്ത് കാണാൻ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജിലുള്ള ഫിലിം കാണാം, സ്പോർട്സ് നോക്കാം, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ യാത്രക്കാരെല്ലാം അവരവരുടെ സീറ്റിലെത്തി. നമ്മളിപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി ടേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ ആകാശത്തിൻ്റെ ദൃശ്യം കണ്ടില്ലേ നിങ്ങളെല്ലാവരും? വളരെ മനോഹരമായൊരു ദൃശ്യമാണത്. എന്ത് രസമാണ് കാണാനെ കൊണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വിവരണം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചുകൊള്ളൂ. അങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവസാന നിമിഷം ഏകദേശം ഒരു 5-5.5 മണിക്കൂർ എത്തിയ ശേഷം ഞാൻ എത്യോപ്യയിലേക്ക് എത്തുകയാണ്. നോക്കൂ, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന പോലെ എന്ത് ഭംഗിയാണ് അവിടെ കാണാൻ. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ കാണിച്ച് ഒരു വിവരണം തരാൻ വേണ്ടി എനിക്ക് കിട്ടിയ ഒരു അവസരം. എല്ലാവർക്കും ഒരുപാട് നന്ദി.